इस पीढ़ी में एक आत्मिक उन्नति होंगे, मैं विश्वास करने के पीछे एक कारण है। मेरे मुझे जो सपना मिला केवल उसके कारण नहीं, उसके बाद परमेश्वर ने मुझे कुछ वचन का प्रकाशन दिया जिसके वजह से मैं ये विश्वास करता ആ हूँ। വചനം നിങ്ങളുമായി ഒന്ന് പങ്കിടുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. मैं उन वचनों को आपके सामने प्रकट करना चाहता हूँ। വെളിപ്പാട് പുസ്തകം 3-20 വാക്യമാണ് ആ വചനം. प्रकाशित वाक्य 3 अध्याय का 20वां आयत है। തിരുവെടുത്ത് ഇങ്ങനെ പറയുന്നു, वचन में ऐसा लिखा है, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ मैं द्वार पर खड़ा हुआ खटखटाता हूँ, यदि कोई मेरी आवाज सुनकर द्वार खोले, ഞാൻ അവന്റെ അടുക്ക് ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. मैं उसके साथ भीतर आऊंगा और उसके साथ भोजन करूंगा। 2002 എനിക്കുണ്ടായ സ്വപ്നത്തിന് ശേഷം 2002 में जो सपना मुझे मिला है, ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ വചനം എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. उसके बाद एक हफ्ता के बाद ये वचन मुझे मिला है। ഈ വചനങ്ങളെ കുറിച്ച് ഏറെ ചോദ്യങ്ങൾ എന്റെ മനസ്സിലുണ്ടായി. इस वचन के संबंध में बहुत सारे सवाल मेरे मन में हुआ। ലവോദിക്യ സഭയുടെ വാതിൽക്കൽ എന്തിനാണ് കർത്താവ് മുട്ടിക്കൊണ്ടിരിക്കുന്നത്? लवोदिकिया का कलीसिया का द्वार पर प्रभु क्यों खटखटा रहा है? ലവോദിക്യ സഭയുടെ വാതിൽക്കൽ അത്താഴം ഒരുക്കി കർത്താവ് കാത്തിരിക്കുന്ന എന്തിനാണ്? लवोदिकिया कलीसिया का द्वार पर रात की भोजन तैयार करके प्रभु क्यों खड़ा है? അങ്ങനെ ഏറെ ചോദ്യങ്ങൾ എന്റെ മനസ്സിലുണ്ടായി. इस प्रकार कई एक सवाल मेरे मन में अंकुरित हुआ। അതേക്കുറിച്ച് പഠിക്കുവാൻ ഞാൻ ഏറെ പുസ്തകങ്ങൾ വായിച്ചു. उसके संबंध में मैंने अध्ययन करने के लिए कई किताबों को परखा। വചന പണ്ഡിതരായ പലരോടും ഞാൻ അതേക്കുറിച്ച് അഭിപ്രായം ചോദിച്ചു. वचन का ज्ञानी लोगों से इसके संबंध में चर्चाएं की, എന്നാൽ വചനത്തോട് 100% നീതി പുലർത്തുന്ന ഒരു ആശയം എനിക്ക് ലഭിച്ചില്ല. लेकिन वचन के साथ पूरी न्याययुक्त उत्तर मुझे नहीं मिला। വചനത്തെ ഉടമസ്ഥൻ ദൈവമാണല്ലോ, അതുകൊണ്ട് വചനത്തിന്റെ വെളിപ്പാട് ദൈവം തന്നെ സംസാരിക്കുവാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. वचन का स्वामी परमेश्वर होने के कारण प्रभु से ही बात करना मैं पसंद किया। ഒരു ദിവസം സന്ധ്യയ്ക്ക് ഞാൻ തിരുവെടുത്ത് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ एक दिन शाम के समय में जब वचन मनन कर रहे थे, വെളിപ്പാട് പുസ്തകം 3-17 വാക്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. प्रकाशित वाक्य 3 अध्याय का 17वां आयत मुझे दिखाई पड़ा। അവിടെ ലവോദിക്യ സഭയുടെ 5 കാര്യങ്ങളെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. लौदीकिया के कलीसिया का 5 बात वहां पर लिखा है। നിർഭാഗ്യത്തെ കുറിച്ച് പറയുന്നു, वो अभागा करके लिखा है, അരിഷ്ടതയെ കുറിച്ച് പറയുന്നു, और वो दरिद्र है करके बताया है, കുരുടുകണ്ണിനെ കുറിച്ച് പറയുന്നു, अंधा करके बताया है, നഗ്നതയെ കുറിച്ച് പറയുന്നു, नंगा करके बताया, അരിഷ്ടതയെ കുറിച്ചും പറയുന്നു. और उनकी गरीबी के बारे में बताते हैं। ലവോദിക്യ സഭയിലെ എല്ലാ ആളുകളും കണ്ണ് കാണാത്തവരായിരുന്നു? क्या लवोदिकिया का कलीसिया का सारे लोग अंधे थे क्या? എന്താണ് കർത്താവ് ഇവിടെ പറഞ്ഞ അന്ധത എന്ന് പറയുന്നത്? यहाँ पर अंधापन के बारे में क्या कहते हैं पवित्र आत्मा? ഞാൻ വചനത്തെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത് വചനം കൊണ്ട് തന്നെ ആയിരിക്കണമല്ലോ. वचन का व्याख्या हम वचन के द्वारा ही करना है। അങ്ങനെ ദൈവവചനത്തെ ദൈവവചനം കൊണ്ട് തന്നെ വ്യാഖ്യാനിക്കുമ്പോൾ मैं जब वचन को वचन के द्वारा व्याख्या किया तो ഇവിടെ പറഞ്ഞ അന്ധത എന്ന് പറയുന്നത് ये अंधापन के बारे में जो യേശു बताया है, ക്രിസ്തുവിലുള്ള വെളിപ്പാടില്ലാതെ വരിക, और यीशु मसीह के बारे में जो दर्शन का कमी को दिखाते हैं। സഭയിലുള്ള വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സഭകൾക്കും ദൈവിക വെളിപ്പാടില്ലാതെ വരിക. कलीसिया का परिवारों में विश्वासियों में परमेश्वर का वचन का प्रकाशन की कमी है। ഇവിടെ പറഞ്ഞ നഗ്നത എന്ന് പറയുന്നത് यहाँ पर जो नंगापन बताया है, ലവോദിക്യ സഭയിൽ എല്ലാവരും വസ്ത്രമില്ലാത്തവരായിരുന്നില്ല, उस कलीसिया के लोग वस्त्रहीन नहीं थे, എല്ലാവർക്കും വസ്ത്രമുണ്ടായിരുന്നു. सब लोग कपड़ा पहन के ही बैठे थे। എന്നാൽ കർത്താവ് പറഞ്ഞ ഈ നഗ്നത എന്ന് പറയുന്നത് അക്ഷരികമായ വസ്ത്രത്തെ കുറിച്ചല്ല. ये नंगापन के बारे में जो बताते वो शाब्दिक अर्थों में नहीं। തിരുവെഴുത്ത് പറഞ്ഞു, സൽപ്രവർത്തികൾക്കായിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. पवित्र वचन हमें सिखाते हैं कि प्रभु ने हमें भले काम के लिए रचा है। ലവോദിക്യ സഭയിലെ ആളുകൾ അവരുടെ തഴക്കം കൊണ്ടോ പഴക്കം കൊണ്ടോ കർത്താവ് ആഗ്രഹിച്ച ആത്മീയ ഗുണങ്ങളിൽ നിന്നും അവരകന്നുപോയി. लवोदिकिया कलीसिया के लोग उनका पुराना होने के कारण, कई प्रकार के बातों के कारण पुराना जो अनुभव है उससे वो नष्ट हो गए हैं। ഇത് ലവോദിക്യ സഭയുള്ള മാത്രമുള്ള ദൈവിക ദൂതല്ല, ये केवल लवोदिकिया कलीसिया के लिए नहीं, തഴക്കവും പഴക്കവും കൊണ്ട് നമുക്കും സംഭവിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. जितना पुराना और जितना अनुभवी करने वाला लोगों के जीवन में भी ऐसा घटना हो सकते हैं। ഇങ്ങനെ ഇവിടെ പറയുന്ന ഈ
നഗ്നതയും കുരുടുകണ്ണും എല്ലാം നമ്മൾ ആത്മീയമായി വ്യാഖ്യാനിക്കുന്ന പോലെ आज जिस प्रकार हम लोग नंगापन और अंधापन को आत्मिक रीत से व्याख्या करते हैं, കർത്താവ് പറഞ്ഞ അത്താഴത്തിന്റെ കാര്യവും ആത്മീയമായി തന്നെ വ്യാഖ്യാനിക്കണം. प्रभु ने जो भोजन के बारे में कहते हैं, वो भी आत्मिक रीत से व्याख्या करना है. ഇവിടെ നമ്മുടെ കർത്താവ് പറഞ്ഞത് അത്താഴം എന്ന് പറഞ്ഞ ഒരു ആത്മീയ സമൃദ്ധിയെ കാണിക്കുകയാണ്. और प्रभु ने यहाँ पर एक भोजन के बारे में बताया जो हमारे आत्मिक उन्नत समृद्धि के बारे में बताते हैं. ലവോദിക്യ സഭ സാമ്പത്തികമായി സമൃദ്ധിയിലായിരിക്കുന്നു, लवोदिकीय कलीसिया में आर्थिक समृद्धि तो है, എന്നാൽ അവർ ആത്മീയമായി ഏറെ പിന്മാറ്റത്തിലാണ്. लेकिन आत्मिक रीत से वो बहुत पीछा है. അവര് തിരിച്ചറിയുന്നുമില്ലത്. लेकिन वो लोग उसको पहचानते भी नहीं. എന്നാൽ കർത്താവ് പറയാണ്, ഞാൻ വാതിക്കൽ നിന്ന് അത്താഴം ഒരുക്കി കാത്തിരിക്കുന്നു. लेकिन प्रभु कहते हैं कि मैं द्वार पर तुम्हारे लिए भोजन तैयार करके प्रतीक्षा करता हूँ. യഹൂദന്മാരുടെ ഇടയിൽ ജനിച്ച് വളർന്ന നമ്മുടെ കർത്താവ് यहूदियों के बीच में जन्म लेकर के पाला बड़ा है हमारा प्रभु यीशु मसीह. യഹൂദന്മാരുടെ ആഹാരക്രമത്തിൽ കൂടെ ഒരു സന്ദേശം പറയുകയാണ്. यहूदियों का भोजन का जो रीति के अनुसार एक संदेश बताते हैं. യഹൂദന്മാരുടെ ആഹാരക്രമത്തിൽ വൈകുന്നേരത്തെ അത്താഴം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. यहूदियों का भोजन में शाम की भोजन सबसे महत्वपूर्ण होता है. അത് വളരെ ശ്രേഷ്ഠകരമായ ആഹാരങ്ങൾ അവിടെ വിളമ്പുവാടയായി തീരും. और सबसे अच्छे भोजन वो लोग तैयार करके परोसते हैं. അങ്ങനെയെങ്കിൽ നമുക്ക് വിശ്വസിക്കാം, अगर ऐसे है तो हम विश्वास कर सकते हैं ഏറ്റവും ശ്രേഷ്ഠകരമായ ആത്മീയ അനുഭവങ്ങൾ ഈ തലമുറയിൽ ദൈവം നമുക്ക് വേണ്ടി അയക്കും. सबसे अच्छा सबसे श्रेष्ठ आत्मिक भोजन के अनुभव इन दिनों में हमें मिलेंगे. തിരുവെടുത്ത് പറഞ്ഞു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ. वचन कहते हैं यदि कोई मेरी आवाज सुनकर द्वार खोले. നമ്മൾ ദൈവശബ്ദം കേൾക്കണമെന്ന് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു. इसका मतलब प्रभु चाहता है कि हम प्रभु की आवाज को पहचानें. അങ്ങനെ അനുസരിക്കുന്ന വ്യക്തികളെയും സഭകളെ കൊണ്ടാണ് ദേശത്തിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തികളുടെ മേൽ ഒരു വലിയ വിജയം കർത്താവിന്റെ ജനത്തിന് ദൈവം നൽകുന്നത്. ऐसे प्रभु के वचन को सुनने वाले लोगों के द्वारा अंधकार का शक्ति के ऊपर प्रभु विजय दिलाना चाहते हैं. നമ്മുടെ കർത്താവ് നമ്മളിൽ നിന്ന് വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. हमारे प्रभु हमसे बड़े बड़े कार्य को चाहते हैं. നമ്മൾ സ്വർഗത്തിൽ ചെന്നല്ല നമ്മൾ ആത്മീയമായി വളരുന്നത്. हम लोग स्वर्ग में जाकर आत्मिक उन्नति नहीं हासिल करते हैं. ജഡവും ലോകവും പിശാചുമുള്ള शरीर शैतान और संसार जहाँ हैं, ഈ ലോകത്തിൽ വെച്ച് തന്നെയാണ് നമ്മളെ കർത്താവ് വളർത്തുവാൻ ആഗ്രഹിക്കുന്നത്. इसी दुनिया में प्रभु हमें आत्मिक रीत से बढ़ाना चाहते हैं. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞുണ്ട്, प्रेरित पौलुस ने कहा യേശുക്രിസ്തു എന്ന തലയോളം വളരുക, यीशु मसीह जो सिर है उन तक बढ़ते जाएं. ദൈവത്തിന്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരിക, परमेश्वर का सारे भरपूरी तक हम बढ़ते जाएं. ക്രിസ്തുവിൽ തികഞ്ഞവരായി മാറുക. मसीह में हम सिद्ध बन जाएं. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലായിരിക്കുമ്പോഴാണ് നമ്മൾ ആത്മീയമായി വളരേണ്ടത്. इस संसार में जब हम हैं तभी हम आत्मिक रीत से उन्नति हासिल करना है. സ്വർഗത്തിൽ ആരും ആത്മീയമായി വളർച്ച പ്രാപിക്കുന്നില്ല. स्वर्ग में कोई आत्मिक उन्नति हासिल करने की जरूरत नहीं है. ഈ ലോകത്തിൽ വെച്ചാണ് ദൈവം നമ്മളെ വളർത്തുവാൻ इस ആഗ്രഹിക്കുന്നത്. संसार में हमें प्रभु बढ़ाना चाहते നമ്മുടെ हैं. കർത്താവ് ഒരുക്കുന്ന ആത്മീയ സമൃദ്ധിയിൽ നമുക്ക് പങ്കാളികളായി തീരാം. हमारे प्रभु हमारे लिए जो आत्मिक समृद्धि का तैयारी किए है उसमें हम शामिल हो जाए. കാനായിലെ കല്യാണത്തിൽ മുന്തിരി വീഞ്ഞ് തീർന്നു പോയപ്പോൾ काना गली के शादी में जब दाकरस घट गई, പുറത്ത് കിടന്ന പാത്രങ്ങളിൽ വെള്ളം നിറച്ച് കർത്താവ് ഒരു അത്ഭുതം ചെയ്തുവല്ലോ. बाहर में रखा हुआ पत्थर का मटका में प्रभु ने चमत्कार का कार्य किया. ഏറ്റവും ശ്രേഷ്ഠകരമായ വീഞ്ഞ് കർത്താവ് അവിടെ ഒരുക്കി. सबसे उत्तम दाकरस प्रभु वहां तैयार किया. ദൈവത്തിന്റെ സഭ ഇന്ന് 3-ാം നാളിലെ പ്രവേശിച്ചിരിക്കുകയാണ്. परमेश्वर का कलीसिया आज तीसरा दिन में प्रवेश कर चुके हैं. 3-ാം നാളിലെ ശൂന്യത മാറ്റുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ये तीसरा दिन की घटी को भरपूरी में बदलने के लिए प्रभु चाहते നമ്മുടെ हैं. കർത്താവിന്റെ മധ്യാകാശ വരവ് ഏറ്റവും അടുത്ത് സംഭവിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. हमारे प्रभु का दूसरा आगमन बहुत जल्दी होंगे, हम विश्वास അതിന് करें. നമ്മൾക്ക് ഓരോരുത്തർക്കും ഒരുങ്ങാം. इसी के लिए हम सब लोग अपने आप को तैयार करें. നിത്യജീവൻ നിയമിക്കപ്പെട്ട സകലിലേക്കും സുവിശേഷം എത്തിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. आनंद जीवन के लिए जिसको नियुक्त किया है उन तक हम सुसमाचार पहुंचाने के लिए प्रभु हमें इस्तेमाल അതിന് करें. ഓരോ പ്രാദേശിക സഭകളെയും ദൈവം ആത്മാവിനാൽ ഒരുക്കപ്പെടട്ടെ. उसी के लिए एक एक स्थानीय कलीसियाओं को प्रभु इस्तेमाल करे. ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നമ്മളെ ഓരോരുത്തരെയും ദൈവം നിറയ്ക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. परमेश्वर का महिमा से प्रभु हम सबों को भरे, ये प्रार्थना करते हैं और विश्वास ഈ करते हैं. സന്ദേശം കേട്ട നിങ്ങൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ये संदेश सुनने वाला प्रत्येक व्यक्ति को प्रभु बहुत आय से आशीष करे.